തൃപ്പൂണിത്തുറയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ കൂടുതൽ പേരെ അന്വേഷണ സംഘം പ്രതി ചേർക്കും. ക്ഷേത്ര ഭരണസമിതിയിൽ ഉള്ളവരെയും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെയുമാണ് പ്രതി ചേർക്കുക. കേസിലെ മുഖ്യപ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, ഇന്നലെയാണ് തൃപ്പൂണിത്തുറയെ നടുക്കിക്കൊണ്ട് ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്, ഒരാൾ മരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറയാനുണ്ട്? ഫാരിഷ, തൃപ്പൂണിത്തുറ ചൂരക്കാടുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണത്തിനാണ് ഇന്ന് പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും നടത്തുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടാവുക. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ വെടിമരുന്ന് സൂക്ഷിച്ചതെന്നും ഈ വെടിക്കെട്ട് നടത്താൻ ഉത്സവ കമ്മിറ്റിക്കാർ തയ്യാറെടുപ്പ് നടത്തിയതെന്നും ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ഒപ്പം തന്നെ ഈ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് ഇത്തരത്തിലുള്ള വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനോ ഉള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും ഇന്നലെ വ്യക്തമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്സവ കമ്മിറ്റിക്കെതിരെ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. പ്രധാനപ്പെട്ട പ്രതികളായ ആളുകൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉത്സവ കമ്മിറ്റി വെടിക്കെട്ടിന് കരാറെടുത്ത പടക്ക നിർമ്മാണ കമ്പനിയിലെ ആളുകൾ അവരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് പ്രദേശത്ത് പ്രധാനമായും നടക്കുക ഫോറൻസിക്കിൻ്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും പരിശോധനകളായിരിക്കും. ഈ പരിശോധനകൾക്ക് ശേഷം ഫോറൻസിക്കും ഫയർഫോഴ്സും കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും ഈ സ്ഫോടനത്തിൻ്റെ ഈ വെടിക്കെട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വെടിമരുന്നുകൾക്കും മറ്റും എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാവുക. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, എവിടെ നിന്നാണ് ഈ തീ പടർന്നത് എന്നുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല. വാഹനം പൂർണ്ണമായും കത്തി നശിക്കുകയാണ് ഉണ്ടായത്. വാഹനത്തിനാണ് തീ പടർന്നത് എന്നുള്ളതാണ് ആ പ്രാഥമിക ഘട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ. ഇത് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും കണ്ടെത്താനാവുക. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണങ്ങളും ഒപ്പം തന്നെ പരിശോധനയും നടത്തുകയാണ് ഇന്ന് അന്വേഷണ സംഘം പ്രധാനമായും ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോഴും 25 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഇവർ ചികിത്സയിലുള്ളത്. സാരമായ പൊള്ളലുകളാണ് ഇവർക്ക് ഏറ്റിരിക്കുന്നത്. 10ലധികം പേർക്ക് സാരമായ പരിക്കുകളല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അത് ഈ അപകടം നടന്ന സ്ഥലത്തിന് പരിസരത്തുള്ള വീടുകളിൽ താമസിച്ചിരുന്ന ആളുകളാണ്. ഇവർക്ക് ഈ വീടുകളിൽ ഈ അപകടം നടന്ന സമയത്ത് വീടുകളിൽ ഉണ്ടായിരുന്ന ചില്ലുകളും ഒപ്പം തന്നെ കോൺക്രീറ്റ് ഭിത്തികളുമെല്ലാം അടർന്നു വീണുള്ള പരിക്കുകളാണ് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പരിക്കുകൾ അത്ര സാരമുള്ളതല്ല. ഒപ്പം തൃപ്പൂണിത്തുറയിലെ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ക്യാമ്പുണ്ട്. ഈ പരിസരത്തുള്ള 45ഓളം വീടുകളിലെ ആളുകളാണ് ഈ ക്യാമ്പിൽ താമസിക്കുന്നത്. 20ലധികം വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായിട്ടുണ്ട്. ഈ വീടുകളിലെ ആളുകൾ ഇന്നും ക്യാമ്പിൽ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ വീടുകൾ ക്ലീൻ ചെയ്തതിന് ശേഷം താമസയോഗ്യമാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇവരുടെ വീടുകളിലേക്ക് മാറ്റുക. അതിനു മുൻപ് തന്നെ ഇവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകാനാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തൊക്കെ എത്തി പരിശോധനയും തെളിവെടുപ്പും ഒക്കെ നടത്തേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം കൂടുതൽ പേരിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഒപ്പം തന്നെ ചികിത്സയിലുള്ള 3 പേരുടെ നിലയാണ് ഗുരുതരമായിട്ട് തുടരുന്നത് എന്നുള്ള വിവരങ്ങളാണ് റാഫി കരീം നൽകിയത്.